നമസ്കാരം സർ. നമസ്കാരം. സുരേഷ് സർ, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിറക്കാനും ഒപ്പം തന്നെ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനും അന്താരാഷ്ട്ര ശക്തികളുമായി, പ്രത്യേകിച്ച് ജോർജ് സോറസുമായി രാഹുൽ ഗാന്ധിക്കുള്ള കൂട്ടുകെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടുള്ളതാണ്. വലിയ രീതിയിൽ അതിന്റെ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് കോൺഗ്രസും പ്രത്യേകിച്ച് രാഹുലും. കഴിഞ്ഞ ദിവസം പാർലമെന്റിലും പിന്നീട് പത്രസമ്മേളനത്തിലും BJP നേതാവ് കെ ലക്ഷ്മണും ഒപ്പം തന്നെ സംബിത് പത്രയും ഇത്തരത്തിൽ വളരെ ഗുരുതരമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. അത് പ്രധാനമായും ഈ രാഹുൽ, ജോർജ് സോറസ് ഒപ്പം തന്നെ ഈ OCCRP സഖ്യമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ഇതിൽ ഗൂഢാലോചന നടത്തുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അതിൽ ഈ OCCRP അധികം കേട്ടിട്ടില്ലാത്ത പേരാണ്. ജോർജ് സോറസ് നമ്മൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ടുവരുന്ന പേരുമാണ്. ഈ OCCRP കുറിച്ച് ഈ ഫ്രഞ്ച് പത്രമായ മീഡിയ പാർട്ട് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സർ, എന്താണ് ഈ OCCRP? ഒപ്പം തന്നെ അവർക്ക് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായി എന്താണ് ബന്ധം? അതിനൊക്കെ അപ്പുറത്തേക്ക് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ രാഹുലുമായി ഇവർ കൂട്ടുകൂടുന്നാൽ രാഹുൽ അവരുമായി കൂട്ടുകൂടുന്നതിന് പിന്നിലെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സാറിന് എന്തൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത്? ഈ OCCRP എന്ന് പറഞ്ഞത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അത് ബേസിക്കലി നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങളിലെ ആൾക്കാരും അതേമാതിരി ഈ പറഞ്ഞ യൂറോപ്പിലും US-ലും ബാക്കിയുള്ള ഇതേമാതിരി കുറേ രാഷ്ട്രങ്ങളിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, നമുക്കറിയാമല്ലോ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള 3 മെയിൻ പബ്ലിക്കേഷൻസ്, പ്രിന്റ് എന്ന് പറയാൻ പറ്റില്ല, പ്രിന്റിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ഈ ഓൺലൈൻ മീഡിയത്തിൽ പ്രിന്റും ക്വിറ്റ്, ഇവരൊക്കെ ലെഫ്റ്റിസ്റ്റാണ്, നമുക്കറിയാം. ഇവരൊക്കെയാണ് ഇതിൻ്റെ ഒരു പാർട്ട്. ഈ OCCRP എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യണത് ആരാണെന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ OCCRP എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യേണ്ടത് ഒരു വഴിക്കുന്നത് ജോർജ് സോറോസ് ആണ്. ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫണ്ടേഴ്സ്. അതല്ലാണ്ട് ഇതിനെ ഫണ്ട് ചെയ്യുന്ന വേറൊരു ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ് തന്നെ, US ഗവൺമെൻറ് തന്നെയാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. എന്താ അവർ ഫണ്ട് ചെയ്ത ഓൾമോസ്റ്റ് $47 മില്യൺ OCCRPക്ക് ഇതുവരെ കിട്ടിയ ഫണ്ടിങ്. ഇവരുടെ മെയിൻ ടാർഗറ്റ് എന്താന്ന് പറഞ്ഞാൽ ഓരോ ഈ പറഞ്ഞ മാതിരി ഭാരതത്തിനെ മാതിരിയുള്ള ഓരോ രാഷ്ട്രത്തിൽ വന്ന് അവിടെ അസ്ഥിരത ഉണ്ടാക്കുക, അവിടെ ഒരു കോൺസ്പിറസി തിയറി ഉണ്ടാക്കുക, അവിടുത്തെ ബിസിനസ്സിനെ പൊളിക്കുക എന്നാണ് ഇവരുടെ മെയിൻ സ്ട്രാറ്റജി. അത് നമ്മൾ കണ്ടു വന്നിട്ടുണ്ട്. ഈ OCCRPയെ ഫണ്ട് ചെയ്യണത് ആരാണെന്ന് നമുക്ക് അറിഞ്ഞു. OCCRP ഈ പറഞ്ഞ മാതിരി അവരെന്തെങ്കിലും ഒരു മൂവ് നടത്തുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ അന്ന് നമ്മൾ കണ്ടു അദാനിയുടെ ഇഷ്യൂല് കാലത്ത് 3 മണിക്ക് ഇന്ത്യൻ ടൈമാണ് ഈ ഒരു ന്യൂസ് ചാനൽ CNBC, നമ്മുടെ നാട്ടിൽ CNBC TV 18 ഉണ്ട്, പക്ഷേ ഇത് CNBC US ഒരു റിപ്പോർട്ട് വന്നു, അദാനിയെ എങ്ങനെ ഇൻഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഐറ്റം. വിത്തിൻ ഹാർഡ്ലി ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ കോൺഗ്രസിൻ്റെ US സെല്ലിൽ നിന്ന് ഒരു ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് വന്നു. അതൊരു മലയാളിയാണ് ഇതിൻ്റെ പിന്നിൽ, രവി നായർ എന്നാണ് പേര്. അദ്ദേഹത്തെ ട്വിറ്ററിൽ കാണാൻ നമുക്ക്. നമ്മുടെ നാട്ടിൽ ചില എന്താ പറയുക ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആൾ എഴുതും. അത് എഴുതുമ്പോൾ ഒക്കെ ആള് സെക്യുലറാണ്, ഹിന്ദുത്വമാണ്. പക്ഷേ മെയിൻലി ഇദ്ദേഹത്തിൻ്റെ പണി രാഹുൽ ഗാന്ധിക്ക് ഉള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക, രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ ഹാൻഡിലിലെ ട്വീറ്റ്സ് ഹാൻഡിൽ ചെയ്യുക. അതാണ്. ഇപ്പം ഇയാൾ ഇന്ത്യയിലുണ്ടോ പുറത്തുണ്ടോ നമുക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാലത്ത് 3:10 ഒരു US ഒരു കോള് പ്രണയ് ഗുഹ ഠാക്കൂർ എന്നിട്ട് നമ്മുടെ ഒരു ലെഫ്റ്റിസ്റ്റ് ഉണ്ടാണ്, അദ്ദേഹത്തിന് ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഓർമ്മയുണ്ടാവും ലക്ഷ്മിക്ക്, അതിനായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ആളെ നടുക്കിൽ അറസ്റ്റ് ചെയ്യാനൊക്കെ പോയിരുന്നു, ജാമ്യമൊക്കെ കിട്ടിയ ആൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ്. ചൈനയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്, ഈ പ്രണയ് ഗുഹ ഠാക്കൂർ. ഞാൻ പണ്ട് ജയ്പൂരിൽ ഒരു കോൺഫറൻസിന് അഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ കോവിഡിന് മുമ്പായിട്ട് ഇദ്ദേഹം എൻ്റെ കൂടെ ഒരു ഫെലോ പാനലിസ്റ്റ്, അന്ന് എൻ്റെ കൂടെ സ്റ്റേജ് വെച്ച് അടി ഉണ്ടാക്കി. എന്നാൽ ഈ മോദി ആരാണ്, മോദി ഇതാണെന്നിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ശരിക്കും തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെൻ്റെ അടുത്ത് അധികം മിണ്ടാറില്ല, അപ്പോൾ വാട്സാപ്പിൽ എന്തെങ്കിലും ലിങ്ക് അയച്ചു തരും. അതേ ഈ പ്രണയ് ഗുഹ ഠാക്കൂർ പറഞ്ഞത്, എനിക്ക് കാലത്ത് 3:15 ഒരു ഫോൺ വന്നു. എങ്ങനെയാണ് 3:15 ഫോൺ വരുന്നത്? 3 മണിക്കാണ് ആർട്ടിക്കിൾ പബ്ലിഷ് ആയത്. 3:05 കോൺഗ്രസിൻ്റെ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഒരു ഹാൻഡിൽ ഇത് ട്വീറ്റ് ചെയ്യുന്നു. വിത്തിൻ മിനിറ്റ്സിനുള്ള പ്രണയ് ഗുഹ ഠാക്കൂർത്തേക്ക് കോഡ് വരുന്നു. അപ്പോഴേക്ക് ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റ് മീഡിയ കംപ്ലീറ്റ് പിക്ക് കാലത്ത് 4 മണി. അതിൻ്റെ അർത്ഥം ഇവർക്കൊക്കെ ആദ്യം തന്നെ ഈ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു, ഇങ്ങനെ ഒരു ന്യൂസ് ഐറ്റം വരാൻ പോകുന്നുണ്ട്, നിങ്ങളെല്ലാം റെഡി ആയിരിക്കും, കാലത്തൊരു 3-3:15 ന്യൂസ് ഐറ്റം വരും, അപ്പം തന്നെ ഇത് ട്വീറ്റ് ചെയ്യണം, ഇതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്നിട്ട് ആദ്യം തന്നെ ഇവരെല്ലാം അറിയിച്ചത്. ബിക്കോസ് നമുക്കറിയാം ഈ ഇൻഡിക്മെന്റ്, ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ ഇൻഡിക്മെന്റ് ഇപ്പോൾ നമ്മൾ കണ്ടു. അവസാനം
ഈ പറഞ്ഞ മാതിരി ഗൗതം അദാനിയുടെ പേരും ഇല്ല, ബാക്കി അദാനി ഗ്രൂപ്പിന്റെ ആരുടെയും പേരില്ല. US 2-3 ആൾക്കാരുടെ പേരാണ് ഇൻഡിക്റ്റന്റ് ഉള്ളത്. അത് വേറെ കാര്യം. പക്ഷെ ഈ ന്യൂസ് ഐറ്റം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു എന്താ പറയുക ടിപ്പ് ഓഫ് ഇവർക്ക് കൊടുക്കും ആദ്യം തന്നെ. അതാണ് നടന്നത്. ഇപ്പൊ എന്താണ് ഇതിന്റെ അണ്ടർലൈങ് എയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പൊളിക്കുക. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക്. അതായത് അദാനിയുടെ സ്റ്റോക്ക് വീണ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും വീഴും. ബിക്കോസ് അദാനിയുടെ സ്റ്റോക്കുകൾ നിഫ്റ്റി ആയാലും പിന്നെ പറഞ്ഞ സെൻസെക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോ ചെയ്ത് അത് പുൾ ഡൗൺ ചെയ്യുക. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ഇവർ തുടങ്ങി വെച്ചത് ഇപ്പോഴൊന്നല്ല. ഇതിനു മുമ്പ് ഫസ്റ്റ് ഇവർ അലിഗേഷൻസ് പണ്ട് എനിക്കൊരു ഓർമ്മ, എൻ്റെ മൈ മെമ്മറി സർവ്സ് മീ റൈറ്റ്, എനിക്ക് തോന്നുന്നത് റഫാലിൻ്റെ കേസിലാണ് ആദ്യം ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. ഈ OCCRP എന്നാണ് കമ്പനി. റഫാലായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കരാർ നടത്തി അതിൽ ഈ പറഞ്ഞ ഈ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അലിഗേഷൻ നടന്നു. പിന്നെ നമുക്ക് മനസ്സിലായി കൈക്കൂലി പോയിട്ട് അവിടെ 10 പൈസ ഒരാൾക്കും കിട്ടിയില്ല. കൈക്കൂലി കൊടുത്തത് കോൺഗ്രസിൻ്റെ ടൈമിലായിരുന്നു. അന്ന് AK ആൻ്റണി ആയിരുന്നു പ്രധാന ഡിഫൻസ് മിനിസ്റ്റർ. AK ആൻ്റണി ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് കാശില്ല ഇത് ഈ ഡീൽ സൈൻ ചെയ്യാൻ. അതുമല്ല ഈ ഡീൽ സൈൻ ചെയ്യാൻ പേടിയാണ്. ബിക്കോസ് ഇതിനൊരു 10% കമ്മീഷൻ ഒരു ഏജന്റിന് കൊടുക്കണം. ആ ഏജന്റ് സോണിയാഗാന്ധിയുടെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ AK ആൻ്റണി ഇൻഡയറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ കൊടുത്തിരുന്നു, സോണിയാഗാന്ധിയുടെ പേരൊന്നും എടുക്കാണ്ട്. ഇതായിരുന്നു അന്ന് നടന്നത്. അത് കഴിഞ്ഞ് OCCRP അതിനു മുമ്പ് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ ഒരു വാക്സിൻ, നമ്മുടെ കോവാക്സിൻ എന്ന് പറഞ്ഞ ഹൈദരാബാദ് ബേസ്ഡ് ഭാരത് ബയോടെക് ഉണ്ടാക്കിയപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസീലായിട്ടൊരു 300 കോടിയുടെ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയായിരുന്നു സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫൈസർ എന്ന് പറഞ്ഞൊരു US കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ OCCRP കൈക്കൂലി വാങ്ങിച്ചിട്ട് ഈ വാക്സിന് ഒരു പെർമിഷൻ ഇല്ല, ഈ വാക്സിന് ടെസ്റ്റ് ചെയ്തിട്ടില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറെ കഥകൾ ഉണ്ടാക്കി. ആ കഥകൾ ഇവർ ഓൾ ഓവർ ദ വേൾഡ് സ്പ്രെഡ് ചെയ്തു. ഈ വാക്സിൻ, ഇന്ത്യൻ വാക്സിൻ 10 പൈസയ്ക്ക് കൊള്ളില്ല, അതാണ് ഇതാണ്, അതിനെപ്പറ്റി ആരും വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വാങ്ങുകയല്ല, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു. കുറേ പാവപ്പെട്ട രാഷ്ട്രങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. ബ്രസീൽ പോലുള്ള കൺട്രീസ് നമ്മളിത് വാങ്ങാൻ റെഡിയായിരുന്നു. പക്ഷെ ഇന്റർനാഷണൽ ഫാർമ കമ്പനീസ് ഇവരെ കടിച്ച് ഇവരെ പിടിച്ച് OCCRP പിടിച്ച് അതേ സ്ട്രാറ്റജി ഇന്ത്യയിലും അതേ സമയത്ത് ന്യൂസ് വന്നു. അവിടുത്തെ ഇന്ത്യൻ ലെഫ്റ്റിസ്റ്റ് മീഡിയ അല്ല അത് പിക്കപ്പ് ചെയ്തു, ഇൻക്ലൂഡിങ് നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനൽസ് ഒക്കെ പിക്കപ്പ് ചെയ്തു. ഇതിനെപ്പറ്റി ഇത് അദാനി നമ്മൾ കണ്ടിട്ടുണ്ട്. അദാനിയുടെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ നാട്ടിലെ ചാനലുകൾ എല്ലായിടത്തും ചാടും. അതേസമയത്ത് പിണറായി വിജയൻ അദാനിയായിട്ട് വിഴിഞ്ഞം കരാർ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 5 കൊല്ലം കൂട്ടി നീട്ടിപ്പോ ഒരാളും മിണ്ടിയില്ല. പിണറായി പേടിയാണ് നമ്മുടെ നാട്ടിലെ ഈ ലെഫ്റ്റിസ്റ്റ് മീഡിയയ്ക്കും ഈ ഇസ്ലാമിക് മീഡിയയ്ക്കും. എന്ത് പറഞ്ഞാലും പിണറായി പേടിയുണ്ട് അവർക്ക്. അപ്പം അങ്ങനെയാണ് ഇവർ ഓരോ ഞാൻ 2 ഇൻസ്റ്റൻസസ് ആണ് ഇപ്പം തന്നത്. ഒന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട്, പിന്നെ ഒന്ന് നെക്സ്റ്റ് വന്നത് അദാനിയുടെ മേലെ, പിന്നെ കോവാക്സിൻ്റെ. ഇങ്ങനെ ഇവർ ഓരോ ഹിറ്റ് ജോബ് നടത്തും റെഗുലറായിട്ട്. പാർലമെന്റ് സെഷൻ തുടങ്ങണേന് 3-4 ദിവസം മുമ്പാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ OCCRPയുടെ കേസും ഒക്കെ ഉണ്ട്. അത് ഞാൻ എല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 25-30 മിനിറ്റ് വേണ്ട ഒരു ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെഗാസസ് ഉണ്ടായിരുന്നു. പെഗാസസിൽ തന്നെ OCCRP ആണ് കുത്തിപ്പൊക്കി ഉണ്ടാക്കിയത്. അതേമാതിരി നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി ഇന്നസെന്റ് ആണ്, രാഹുൽ ഗാന്ധി വെറുതെ വേറ്റയാണ് മോദി സർക്കാർ എന്നിട്ട് ആലോചിച്ചൊക്കെ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് പറയുന്നത് ഈ കേസിലൊന്നുമില്ല, വെറുതെ കോടതി പറയുന്നതിൽ പ്രൈമ ഫേസി എവിഡൻസ് ഉണ്ട്, ജാമ്യം കൊടുക്കാം പക്ഷേ എന്നിട്ട് ജാമ്യം കൊടുത്ത് എന്നിട്ട് കേസ് തള്ളിപ്പോയിട്ടില്ല. കേസ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. 90 ലക്ഷം കൊടുത്തിട്ട് 2000 കോടിയുടെ കമ്പനി വാങ്ങിച്ചെടുത്ത ബിസിനസ് മോഡൽ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. അതാണ് രാഹുൽ ഗാന്ധി അമ്മയും കൂടി ചെയ്തത്. ഇനി അത് നമുക്ക് സൈഡിൽ വയ്ക്കുമ്പോൾ അതല്ല സബ്ജക്ട് ഓഫ് ഡിസ്കഷൻ. സബ്ജക്ട് ഡിസ്കഷൻ തന്നെ. ഇപ്പം ഈ OCCRPക്ക് ഫണ്ടിങ് കൊടുക്കുന്ന നമുക്കറിയാം ഇന്ത്യയിൽ ജോർജ് സോറോസിന്റെ വലിയൊരു ഡീറ്റെയിൽ. അപ്പോൾ അതിലാണ് US ഗവൺമെന്റ് സമ്മതിച്ചു. US ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റും US എയ്ഡ് എന്നാണ് വേറൊരു ഓർഗനൈസേഷൻ, അവർ എയ്ഡ് കൊടുക്കലാണ് അവരുടെ പണി. ഈ 2 പാർട്ടികളും കൂടിയിട്ടാണ് ഈ OCCRPയെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ എഴുതിയിട്ട് എന്താണ് US ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പറയുന്നത്, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് ഈ OCCRPക്ക് ഒരു ആർട്ടിക്കിളും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ആലോചിച്ചോക്കൂ, ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് ആണ്. ഇന്ത്യയുടെ നേരെ കഥ എഴുതുമ്പോഴും US ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്യണം. അവർക്ക് വീറ്റോ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ സ്റ്റോറി ക്യാരി ചെയ്യാൻ പാടില്ല എന്ന് ക്യാരി ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടായാലും ഈ റഫാൽ റിപ്പോർട്ടായാലും, നമുക്ക് റഫാലിന്റെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും ലക്ഷ്മിക്ക്, യുഎസിന്റെ F-16 നമുക്ക് വിൽക്കാൻ നോക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു F-16 ഒരു പഴയ ടെക്നോളജിയാണ്, നമുക്കൊരു ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്, പുതിയ ടെക്നോളജി തരും നിങ്ങൾക്ക്. നമ്മൾ വേണമെങ്കിൽ F-21 നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന F സീരീസിലെ എയർക്രാഫ്റ്റ് നമുക്ക് വാങ്ങാൻ റെഡിയായിരുന്നു. പക്ഷെ നമ്മൾ അതേ സമയത്ത് റഷ്യയായിട്ട് ഡീൽ സൈൻ ചെയ്തു. നമ്മൾ ലേറ്റസ്റ്റ് അവിടുന്ന് കുറച്ച് എയർക്രാഫ്റ്റ് വാങ്ങി. റഫാൽ അപ്രൂവ് ചെയ്ത് 3 സ്ക്വാഡ്രൺ വാങ്ങി. അത് US ഗവൺമെന്റ് ഇത് തടഞ്ഞു നിർത്തണം എന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇസ്രോ കേസ് പണ്ട്
ഇസ്രോന്റെ ക്രയോജനിക് എഞ്ചിൻ പ്രോജക്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തൊട്ട് ഈ പറഞ്ഞ മാതിരി പൊളിറ്റീഷ്യൻസിന് കൈക്കൂലി കൊടുത്ത് നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു ഇസ്രോ സ്പൈ കേസ്. അത് ആരാ നടത്തിയ എല്ലാവർക്കും അറിയാം. അത് US ഗവൺമെൻറ് ആയിരുന്നു, CIA ഓപ്പറേഷനായിരുന്നു. പക്ഷെ കൈക്കൂലി വാങ്ങിച്ചവർ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവിടുത്തെ മിക്ക മാധ്യമ പ്രവർത്തകരും മേജർ ന്യൂസ് പേപ്പേഴ്സ് കേരളത്തിൽ അവരുടെ മാനേജ്മെൻറ്റ് കാശ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ന്യൂസ് സ്റ്റോറി റൺ ചെയ്യാൻ. നമ്പി നാരായണൻ സാറിനെ പിടിച്ച് ജയിലിലിടും, അദ്ദേഹത്തിന് അടിക്കലൊക്കെ ചെയ്ത് അടിച്ച് ടോർച്ചർ ചെയ്ത കേസൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ ഒരു OCCRPയുടെ ഒരു കേസ് വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് ലിങ്ക് പോകുന്ന രാഹുൽ ഗാന്ധിയുടെ കൂടെ. ബിക്കോസ് കറക്റ്റായിട്ട് ഈ ന്യൂസ് രാഹുൽ ഗാന്ധിയും ടീമും പിക്കപ്പ് ചെയ്യും. ഓരോ ഇൻസ്റ്റൻസ് ഇത് വിട്ടിട്ട് വേറൊരു ഇൻസ്റ്റൻസ് രാഹുൽ ഗാന്ധി പിക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. കറക്റ്റ് OCCRP തരുമ്പോൾ അവരുടെ ന്യൂസ് പിക്കപ്പ് ചെയ്യും. OCCRPയുടെ വേറെ സപ്പോർട്ടേഴ്സ് ഇന്ത്യയിൽ കുറേ ഉണ്ട്. ആരാണ്? പ്രശാന്ത് ഭൂഷൺ. ഇദ്ദേഹമാണ് ഹിൻഡൻബർഗ് കേസും കൊണ്ട് കോടതി പോയത്. സുപ്രീം കോടതി ചോദിച്ചു, ഈ റിപ്പോർട്ട് OCCRPയുടെ റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നൊരു ഓർഗനൈസേഷനാണ് ഡീറ്റെയിൽസ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നു പ്രശാന്ത് ഭൂഷൺ. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അന്നത്തെ ചീഫ് ജസ്റ്റിസും ജഡ്ജസും ചോദിച്ചു, ഇത് ഏത് സംഘടനയാണ് എവിടുന്ന് ഈ റിപ്പോർട്ട് OCCRPക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു, അത് ഞാൻ നടത്തുന്ന ഒരു കമ്പനിയാണ്. അദ്ദേഹം നടത്തുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു NGO OCCRPക്ക് റിപ്പോർട്ട് അയച്ച് അത് OCCRPയുടെ റിപ്പോർട്ടാണെന്ന് കാണിച്ച് എവിടുത്തെ കോടതി അപ്രോച്ച് ചെയ്തു. ആലോചിച്ചു, ഈ കള്ളത്തരം മുഴുവൻ ചെയ്ത് ഇന്ത്യയിൽ ഇരുന്നിട്ടായിരുന്നു ഇവര്. അങ്ങനെയാണ് ഇവരുടെ മെയിൻ പരിപാടി. ഭാരതത്തിൽ ഇരുന്നിട്ടാണ് ഇവർ ഓരോ കലാപരിപാടികൾ നടത്തുന്നത്. അതിന്റെ മെയിൻ ബാക്ക് ലിങ്ക് വരുന്നത് രാഹുൽ ഗാന്ധി. ബിക്കോസ് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ ചീഫ് രാഹുൽ ഗാന്ധിയായിട്ട് വളരെ ക്ലോസ് ആണ്. ഈ ഫാം ലോസ് അജിറ്റേഷൻ വന്നപ്പോഴും ബാക്കി ഡൽഹി റൈറ്റ്സ് നടന്നപ്പോഴൊക്കെ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടെ. ആ പേഴ്സന്റെ ഒരു ക്ലോസ്നെസ്. അത് കഴിഞ്ഞ് യോഗേന്ദ്ര യാദവ് വേറൊരാളാണ്, നമുക്കെല്ലാവരും അറിയാം, ഒരു ആന്തോളൻ ജീവി എന്ന് പറയും നമ്മൾ. അതിന് ജീവിച്ചു പോണ ആൾക്കാരാണ്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവർക്ക് ഇതെന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവർ ഓരോ മാസം ജീവിതം കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. യോഗേന്ദ്ര യാദവ്, അങ്ങനെ കുറേ പാർട്ടികളുണ്ട് കേട്ടോ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടായിട്ട് നടക്കുന്നവർ. ഇവരൊക്കെ ഇതിന്റെ പാർട്ടാണ്. ഈ പറഞ്ഞ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസിന്റെ ഇന്ത്യ ചീഫ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഭാരത് ജോഡോ യാത്രയിലുണ്ടായിരുന്നു. ആലോചിക്കും, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ, ജോർജ് സോറോസിന്റെ ഇന്ത്യ ചീഫ് രാഹുൽ ഗാന്ധിയുടെ കൂടെ പദയാത്രയിൽ നടക്കുന്നു. ഓപ്പൺ സൊസൈറ്റിയുടെ ഫൗണ്ടേഷന്റെ പണി അതല്ല. അവർ പറഞ്ഞ് ഞങ്ങൾ വേറെ റിസർച്ച് പബ്ലിക്കേഷൻസിന് ഫണ്ട് ചെയ്യും, ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, ഓണസ്റ്റ് ജേർണലിസ്റ്റിന് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കും. ഇതൊക്കെയാണ് ഇവർ സ്ട്രാറ്റജി. പക്ഷെ ചെയ്യുന്നത് ഇങ്ങനത്തെ പരിപാടിയാണ്. അതാണ് ഇന്നലെ സംബിത് പാത്രയും ബാക്കി കുറെ BJPയുടെ നേതാക്കളും പറഞ്ഞു, ഇതിനൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വേണം. ബിക്കോസ് ഇതൊരു ക്രോസ് ബോർഡർ എന്താ പറയുക, ഒരു ഭാരത് ദേശത്തിന് നേരെ ഒരു അറ്റാക്കാണ്. മിലിറ്ററി അറ്റാക്ക് അല്ല, പക്ഷെ ഒരു ഫിസിക്കൽ അറ്റാക്കാണ്, പക്ഷെ ഒരു ഇന്റലക്ച്വൽ അറ്റാക്കാണ്. ഇതിൻ്റെ മേലെ ഒരു ഫൈനാൻഷ്യൽ അറ്റാക്ക്. ഇതിന് നമുക്കൊരു JPC വേണം, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വേണം. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഈ ഫണ്ടിങ് ആരാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നത്, രാഹുൽ ഗാന്ധി OCCRP തമ്മിൽ എന്താണ് ബന്ധം, രാഹുൽ ഗാന്ധിയും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തമ്മിൽ എന്താണ് ബന്ധം. ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നിട്ട് ഇന്നലെ സംബിത് പാത്ര രാജ്യസഭ ചെയർമാന് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റൂളിങ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറയണമെങ്കിൽ ഉണ്ടാവണം, ഒരു JPC ഉണ്ടാവണം. ബിക്കോസ് നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ നടത്തിയ മാതിരി ബോഫോസ്റ്റ് കൈക്കൂലി വാങ്ങിച്ച കേസുകളാണ് അതൊക്കെ. അതേമാതിരി എവിടെയും എത്ര കാശ് വാങ്ങി, എങ്ങനെയാണ് ഈ മോദി ഗവൺമെന്റ് നേരെ ഇങ്ങനത്തെ ഓരോ അലിഗേഷൻസ് കൊണ്ട് നടത്തുന്നത്. ഈ OCCRPയെ കംപ്ലീറ്റ് ആയിട്ട് അൺമാസ്ക് ചെയ്യണം. ബിക്കോസ് പ്രസിഡന്റ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇവരെ കടപൂട്ടും. അത് ഓൾറെഡി കഷ് പട്ടേൽ പറഞ്ഞു കഴിഞ്ഞു. FBI വരാൻ പോകുന്ന ചീഫ് പറഞ്ഞു, ഞാൻ FBI അടച്ചിട്ടിട്ട് അവിടെ ഡീപ് സ്റ്റേറ്റിന് ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ പോവാണെന്ന്. ആ മ്യൂസിയത്തിൽ പോസിബിളി രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കാണും ചിലപ്പോൾ. ബിക്കോസ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലെയർ ഇന്ത്യയിൽ ഭാരത് ദേശത്തിലുള്ളത് രാഹുൽ ഗാന്ധിയാണ്, OCCRPയുടെ. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാണ് ഇവരാണ് മെയിൻ സ്ട്രാറ്റജി. ഈ ഓരോരോ രാഷ്ട്രത്തിലും വന്ന് അവിടെ കിടന്ന് കളിച്ച് അവിടുത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവസാനം അവിടുത്തെ ഭരണത്തിന് അട്ടിമറി നടത്തി പുതിയൊരു ഭരണത്തെ കൊണ്ടുവരും. ഇതാണ് ഇവരുടെ സ്ട്രാറ്റജി. അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ദിസ് ഈസ് ആൻ ആക്ട് ഓഫ് ട്രീസൺ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ദേശത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ട്രീസൺ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റമിനെ അപ്സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്നാണ്. ഇതിൻ്റെ നേരെ ഒരു എൻക്വയറി വേണം, എൻക്വയറി നടത്തണം. യെസ്, പ്രതിപക്ഷ നേതാവും മുൻ ഭാവി പ്രധാനമന്ത്രിയുമായ രാഹുൽ പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ട് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശ ശക്തികളുമായി നീക്കം നടത്തുന്നു. അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് സാർ പറഞ്ഞ പോലെയാണ്. വളരെ വിശദമായ അടുത്തൊരു അന്വേഷണം ഇതിന്റെ പേരിൽ വേണ്ടത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.